നമസ്കാരം, ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാപടം. ഞാൻ വരാഹി ദേവിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. വരാഹി ദേവി ഇപ്പം ഈ അടുത്ത കാലങ്ങളിലാണ് വരാഹി ദേവിക്ക് പ്രാധാന്യം ഉണ്ടായത്. സപ്തമാതാക്കളിൽ ഒന്നാണ്, അഞ്ചാമത്തെയാണ് വരാഹി ദേവി. വരാഹി ദേവി എന്ന ലെഫ്റ്റനന്റ് കമാൻഡർ ഓഫ് ലളിതാംബികയാണ്. അതായത് നമ്മൾ മഹാദേവന്റെ അടുത്ത് നന്ദിയോട് പറയുന്ന മാതിരി വരാഹിയമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി പെട്ടെന്ന് അനുഗ്രഹം നൽകും. പല അനുഭവങ്ങളും, ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യം കൊണ്ട്. പക്ഷെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. നമ്മൾ കണ്ട മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിയണം. നമുക്ക് സിമ്പിൾ മന്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഗുരുമുഖത്ത് നിന്ന് ലഭിച്ച മന്ത്രങ്ങൾ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ചൊല്ലാൻ പാടുള്ളൂ. അല്ലാതെ മന്ത്രങ്ങൾ വെറുതെ ചൊല്ലിക്കഴിഞ്ഞാൽ നമശിവായ നാരായണ ചൊല്ലുമ്പോൾ എല്ലാ മന്ത്രങ്ങളും ചൊല്ലാൻ പറ്റില്ല. ഓം നമശിവായ എത്ര പ്രാവശ്യം വേണം ചൊല്ലാം. ഓം ഇല്ലാതെയും ചൊല്ലാം നമശിവായ നമശിവായ. ഓം നമോ നാരായണായ നാരായണ എന്നൊക്കെ പോലും ചൊല്ലാം, ഒരു പ്രശ്നമില്ല. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണത്രമ്പേ ഒരു നാരായണ നമസ്തേ. ഇത് ദേവിമാരുടെ നാരായണ സ്തുതി, അതും നമുക്ക് എപ്പോഴും ചൊല്ലാം. പക്ഷെ വരാഹിയമ്മയുടെ ചൊല്ലുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ചൊല്ലാനായിട്ട്. പക്ഷേ ക്ഷിപ്ര വരദായിനിയാണ്, പെട്ടെന്ന് അനുഗ്രഹം തരും. അതേപോലെ പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും. രാത്രി കാലങ്ങളാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്. 8 മണി മുതൽ നമ്മൾ രാവിലെ 12 മണി മുതൽ 3 മണി നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അത് ഒരു നല്ല അഥർവ്വത്തിൻ്റെ കാലങ്ങളാണ്. അപ്പോൾ അത് കാരണം ആ സമയത്ത് ചിലപ്പോൾ രാത്രി 12 മണിക്ക് മുമ്പായിട്ട് നമുക്ക് ചൊല്ലാം. 11 വരെ, 11:59 വരെ നമുക്ക് ചൊല്ലാം. അതായത് വരാഹി ദേവിയുടെ നമുക്ക് വരദായിനിയായിട്ടുള്ള നാമം എന്ന് പറഞ്ഞാൽ ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹിയെ നമാം. ഈ നാമം ഒരു 5 മിനിറ്റ് ദിവസവും രാത്രി 8 മണിക്ക് ശേഷം നോർത്തിലേക്ക്, അതായത് വടക്കോട്ട് നോക്കി ജപിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് അമ്മ സാധിപ്പിച്ചു തരും. അത്രത്തോളം പവർഫുള്ളാണ് ഈ വരാഹി ദേവിയുടെ മന്ത്രം. പിന്നെ വരാഹി ദേവിക്ക് പ്രീതി ഉണ്ടാവാനായിട്ട് നമ്മൾ പഞ്ചമി, കറുത്ത വാവ് കഴിഞ്ഞ പഞ്ചമിക്കാണ് പ്രാധാന്യം. വെളുത്ത വാവ് കഴിഞ്ഞ പഞ്ചമിക്കും നമുക്ക് ചെയ്യാം. കറുത്ത വാവ് കഴിഞ്ഞ പഞ്ചമിക്ക് സ്ഥിരമായി ചെയ്തിരിക്കണം. തേങ്ങ വഴിപാട് എന്നുള്ള സംഭവമുണ്ട്. അതായത് അമ്പലങ്ങളിൽ വരാഹി അമ്മയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തേങ്ങ വഴിപാട് കഴിക്കാം. തേങ്ങ ഉടച്ച് ഒരു പ്ലേറ്റിൽ കുറച്ച് അരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു തേങ്ങ ഉടച്ച് 2 മുറിയായിട്ട് വച്ച് അതിനകത്ത് നെയ്യ് ഒഴിച്ച് ദീപം കത്തിച്ചിരിക്കുന്നതാണ് നമ്മൾ തേങ്ങാ ദീപം എന്ന് പറയുന്നത്. നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് തേങ്ങാ ദീപം എന്ന് പറയുന്നത്. ആ തേങ്ങാ ദീപം പഞ്ചമിക്കാണ് നമ്മൾ സദ്യക്കാണ് കത്തിക്കുന്നത്. പഞ്ചമി എപ്പോഴും ഉണ്ടോ അപ്പോഴാണ് ചെയ്യേണ്ടത്. ഇന്നാണ് പഞ്ചമി പറയാൻ കാരണം, ഇന്ന് പഞ്ചമിയാണ്. ഇന്ന് ബുധനാഴ്ചയാണ്, പഞ്ചമിയാണ്, വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് വൈകിട്ട് ഒരു സദ്യക്ക് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന തടസ്സങ്ങൾ മാറും. അതോടൊപ്പം തന്നെ 5 ദീപങ്ങൾ കൊളുത്തി വടക്കോട്ട് തിരിച്ച് 5 ചെരാതിൽ എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ ഏതെങ്കിലും ഒഴിച്ച് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് കത്തിച്ച് നമ്മൾ വരാഹി ദേവിയുടെ പ്രാർത്ഥന ചൊല്ലാം. ഓം ഹി യോഗിനി യോഗഭയങ്കരി വരാഹിയെ നമ. 8 മണിക്ക് ശേഷമായിരിക്കും നന്നായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യും. ഇപ്പോൾ വജ്രഘോഷം ചൊല്ലാം. ഇതെല്ലാം ചൊല്ലി പിന്നെ പഞ്ചമി വരാഹിയെ നമ ഇതൊക്കെ ചൊല്ലാം. നമുക്ക് അറിയുന്ന നാമങ്ങൾ ചേർന്ന് കടുപ്പമുള്ള നാമങ്ങളൊന്നും ചെല്ലരുത്. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യസാധ്യത ഉണ്ടാവും. വിവാഹ തടസ്സം മാറും, ധനസമ്പത്ത് ഉണ്ടാവും, ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടും. ഒരുപാട് അനുഭവങ്ങളുണ്ട് വരാഹി ദേവിയുടെ ചൊല്ലിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചിട്ടയോടുകൂടി ചെല്ലിയാൽ മാത്രമേ വരാഹി ദേവി അമ്മ നമ്മളെ അനുഗ്രഹിക്കുള്ളൂ. അന്നത്തെ ദിവസം നമ്മൾ മത്സ്യമാംസം കഴിക്കാതിരിക്കും. ദേവിക്ക് പ്രധാനപ്പെട്ട കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇഷ്ടം. മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം നമുക്ക് നേരിച്ചാൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഒന്നും കിട്ടിയിരിക്കും തേനെങ്കിലും നേരിക്കാം. മാതള നാരങ്ങ ദേവിക്ക് ഇഷ്ടം. മാതള നാരങ്ങ അല്ലെങ്കിൽ തേനൊഴിച്ച് വെച്ചാൽ വളരെയധികം പ്രീതികരമാണ്. ഈ തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരാഹി ദേവി അമ്മയുടെ നമ്മുടെ അനുഗ്രഹം ഉണ്ടാവുകയും നമ്മുടെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അത് മാറുകയും ചെയ്യും. വരാഹിയമ്മയുടെ പിന്നെ ഒരു കാര്യമുണ്ട്. രാവിലെ ദിവസങ്ങളിൽ നിത്യവും വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്ത് ചൊല്ലുന്ന ഒരു സംഭവമുണ്ട്. അതായത് നീല തുണിയിൽ വെളുത്ത കടുക് എന്ന് പറയും, വെങ്കട് എന്ന സാധനം കിട്ടും. അത് ചെറിയ കിഴിയാക്കി വെച്ച് എള്ളുതിരി കെട്ട് പോലെ കെട്ടിവെച്ച് രാവിലെ സൂര്യോദയത്തിന് മുമ്പായിട്ട്, അതായത് 5:30 മുമ്പായിട്ട് ഒരു തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് ഈ കിഴി കാണിച്ച് ഓം ഹ്രീം ആ ഒരു നാമമുണ്ട്, ഞാനിപ്പോൾ വേദി പറയുന്നില്ല. ആ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ധനസമ്പത്ത് ഉണ്ടാവും. ധനത്തിലുള്ള എല്ലാ ബ്ലോക്കുകളും മാറും. അത് ഒരു നല്ലൊരു നാമമാണ്. രാവിലെ എല്ലാ ദിവസവും ജപിക്കുക. ഒരു 3 ആഴ്ച കഴിയുമ്പോൾ എള്ള് കിഴി കത്തിച്ച് കളയാം, വേറെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ എള്ളല്ല, വെളുത്ത വെൺകടുക് എന്ന് പറയുന്നത്. എള്ളുകിഴി പോലെ ഇരിക്കും. അത് വെൺകടുകിനെ നീലത്തുണിയിൽ കെട്ടി, അത് വളരെയധികം പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അതിന് പ്രത്യേക ഒരു നാമമുണ്ട്. ആ നാമം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, വേദി പറയാൻ പറ്റില്ല, പബ്ലിക്കായി പറയുന്നില്ല. അത് അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനത്തിലുള്ള ബ്ലോക്കുകളെല്ലാം മാറും. ഈ വക കാര്യങ്ങളാണ് വരാഹി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വരാഹി അമ്മയ്ക്ക് തേങ്ങാദീപം കത്തിക്കാം. തൃശ്ശൂർ അന്തിക്കാട് വരാഹി അമ്മയുടെ ഇതുണ്ട്. നമ്മുടെ ആമേടയിൽ വരാഹി അമ്മയുണ്ട്. കൊടുങ്ങല്ലൂരുണ്ട്, പഞ്ചമാതാക്കളുടെ ഉണ്ട്, സപ്തമാതാക്കളുടെ ഉണ്ട്. തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ
നടക്കും. അതൊന്നും വേണ്ട, നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും. ഒരുപാട് പേർക്ക് ജോലി തടസ്സങ്ങളുണ്ടായിട്ട് വരാഹിയമ്മയെ പ്രാർത്ഥിച്ച ശേഷം അവര് ജപിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ കാര്യം വരുമ്പോൾ ഒരുപാട് ജപിക്കും. 1008 രൂപ ജപിച്ചത്. അങ്ങനെ ജപിച്ച് 3-ാം ദിവസം അവർക്ക് ജോലി കിട്ടിയതായിട്ടും ഒരുപാട് പേരുടെ ഞാൻ പറഞ്ഞു കൊടുത്ത അനുഭവങ്ങൾ എനിക്കറിയാവുന്നതാണ്. വരാഹിയമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഫലം തരും. തിരിച്ചായാൽ അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്ത് കാര്യമായാലും വരാഹിയമ്മയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് നടക്കാവുന്നുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ മഹാദേവരെ ചിലർ പറയും ഓം നമഃ ശിവായ മഹാദേവരെ പറ്റി ഉടനെ മരിച്ചു പോകുന്നു. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നതാ. മഹാദേവൻ എന്ന് പറഞ്ഞാൽ ദേവാദിദേവനാണ് മഹാദേവൻ. മഹാദേവൻ അനുഗ്രഹിച്ച വേറെ ഒന്നും വേണ്ട. മഹാദേവൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന മഹാദേവനും പാർവതി ദേവിയുമാണ്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയുടെ അനുഗ്രഹമുള്ള പരസ്പര അവതാരമായിരിക്കുന്നതാണ് ഈ പാർവതി ദേവി. അത്രത്തോളം ഫലമുള്ളതാണ് മഹാദേവൻ. മഹാദേവനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാത്തതൊന്നുമില്ല. ഓം നമഃ ശിവായ രാവിലെ എഴുന്നേറ്റ് കുളിച്ച ഉടനെ ഓം നമഃ ശിവായ ഭഗവാനെ നമ്മുടെ അനാഗതയൊക്കെ ഹൃദയത്തിൽ ഒരു ശിവലിംഗത്തിനെ കണ്ട് നമ്മൾ ചുവന്ന നിറത്തിൽ കണ്ട് പ്രാർത്ഥിച്ചാൽ ധനമുണ്ടാവും. സാധാരണ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും. ഏത് രീതിയിലാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ആ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മഹാദേവൻ അനുഗ്രഹിക്കും. മഹാദേവൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പ്രദോഷം എന്ന് പറയും. പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് ധാര കഴിക്കുക, പ്രദോഷധാര കഴിക്കുക. അതേപോലെ അന്ന് മഹാദേവൻ നൃത്തമാടുന്ന ഒരു ദിവസമാണ്. സകല ദേവാദിദേവന്മാരും മഹാദേവനെ കൊണ്ട് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും പ്രദോഷവ്രതം എടുക്കുന്നതൊക്കെ ചെയ്ത് വളരെയധികം ഗുണങ്ങൾ തരുന്ന സംഭവമാണ്. പിന്നെ മഹാദേവൻ പ്രധാനപ്പെട്ട സംഭവമാണ് മഹാദേവ തിങ്കളാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ വളരെ കേസ് വഴക്കൊക്കെ ഉണ്ടെങ്കിൽ വെള്ളി ശനി ഞായർ അല്ലെങ്കിൽ ഞായർ തിങ്കൾ, ശനി ഞായർ തിങ്കൾ ഈ 3 ദിവസം, ഏതെങ്കിലും 3 ദിവസം അത് തിങ്കളും ശനിയും വന്നിരിക്കണം. ആ ദിവസങ്ങളിൽ ഭഗവാന് തുമ്പപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കേസ് വഴക്കുകളെല്ലാം മാറിക്കിട്ടും. ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ. തിങ്കളാഴ്ച ദിവസം പാർവതി ദേവിക്ക് തുമ്പപ്പൂ കൊണ്ട് സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ വിവാഹ തടസ്സം മാറുകയും വിവാഹങ്ങൾ വേഗം നടക്കുകയും ചെയ്യും. അത്രയും എന്താണ് മഹാദേവന്റെ ഒരു ഇതെന്ന് പറയുന്നത്. മഹാദേവൻ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും തന്നെ ഭൂമിയില്ല. മഹാദേവൻ അത്രത്തോളം പ്രാധാന്യമുണ്ടാണ്. മഹാദേവന്റെ ദിവസമാണ് ശിവരാത്രി ദിവസം എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ സർവ്വദോഷങ്ങളും, അതായത് പാലാഴി കഴിഞ്ഞപ്പോഴുള്ള വിഷം അദ്ദേഹം കഴുത്തിൽ വെച്ച് ഇറക്കാൻ പോയപ്പോൾ പാവി തുടങ്ങി. അങ്ങനെ കഴുത്തിൽ നീലകണ്ഠനായിട്ട് മാറി. ആ കഥ നമുക്കറിയാം. പക്ഷെ മഹാദേവന് നമ്മുടെ ലോകത്തിന് നമ്മുടേതായ എല്ലാ നെഗറ്റീവ് ദുരിതങ്ങളും ഭഗവാൻ ഏറ്റെടുത്ത് നമുക്ക് സംരക്ഷണം തരുമെന്നാണ് പറയുന്നത്. മഹാദേവന് തേൻ ധാര കഴിച്ചാൽ രോഗദുരിതങ്ങൾ മാറും. ഇപ്പൊ നമുക്ക് മഹാരോഗങ്ങളും ബുദ്ധിമുട്ടുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ സൂര്യൻ പ്രതിമ വാങ്ങിച്ച് ഒരു പിടി നാണയം കൂടി ചേർത്ത് ഒരു പാത്രത്തിലിട്ട് ഓം നമഃ ശിവായ ചൊല്ലി ദിവസം ഓരോ നാണയം ഇട്ട് 42ാമത്തെ ദിവസം കറുത്ത തുണിയിൽ കിഴികെട്ടി മഹാദേവൻ സമർപ്പിച്ച് മൃത്യുഞ്ജയ ഹോമം ചെയ്താൽ ആ ആൾക്ക് വന്നിരിക്കുന്ന ദുരിതങ്ങൾ മാറും. അതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കണം. ഗുരുവായൂരപ്പന് ഒരു കാമധേനുവിന്റെ പ്രതിമയും ഒരു നാണയം കൂടി ചേർത്ത് ഇട്ടുവച്ച് 42ാമത്തെ ദിവസം ദിവസവും ഡെയിലി ഓരോ നമോ നാരായണ ചൊല്ലി ഓരോ നാണയിടുകയും 42ാമത്തെ ദിവസം അത് മഞ്ഞപ്പെട്ടിൽ കിഴിയെട്ടി ഗുരുവായൂരപ്പന് സമർപ്പിച്ച് പാൽപ്പായസം കഴിപ്പിക്കുകയോ തുലാഭാരം കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ വളരെയധികം സമ്പത്തും സമാധാനവും ഉണ്ടാവും. ഇത്രയൊക്കെയാണ് മഹാദേവനെ പറ്റി, വരാഹിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം, താങ്ക് യു.